ഓം ഹരിശ്രീ ഗണപതയേ നമഃ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ആദർശവാനായ ഒരു ഉത്തമ മനുഷ്യനാണ് വാൽമീകി രാമായണത്തിലെ രാമനെങ്കിൽ മനുഷ്യൻ്റെ ധർമ്മനിഷ്ഠയാകുന്ന അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഈശ്വരനാണ് അധ്യാത്മ രാമായണത്തിലെ എഴുത്തച്ഛൻ്റെ രാമൻ. വിവിധ കഥാപാത്രങ്ങളിലൂടെ മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ പല രൂപത്തിൽ ചിത്രീകരിക്കുന്ന നമ്മുടെ ഈ അധ്യാത്മ രാമായണ പാരായണം നാളെ മുതൽ തുടങ്ങുകയാണല്ലോ. നമുക്കതിൻ്റെ പൂർവ്വകഥയിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ഭക്തി വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങളിൽ ആധ്യാത്മിക ജ്ഞാനം വളർത്തുന്നതിനും സദാചാരനിരതമായ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പൂർണ്ണബോധം നമ്മിൽ ഉണ്ടാക്കുന്നതിനുമാണ് എഴുത്തച്ഛൻ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് നിർമ്മിച്ചത്. ആ കൃത്യം നിറവേറ്റുന്നതിൽ അദ്ദേഹം വളരെയധികം വിജയിക്കുകയും ചെയ്തു. ഇന്നും ആധ്യാത്മിക ഗ്രന്ഥമെന്ന നിലയിൽ രാമായണം കിളിപ്പാട്ടിനുള്ള പ്രാധാന്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ശ്രീരാമാവതാരത്തിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം. കേട്ടും കണ്ടും നമ്മുടെ മനസ്സിൽ പതിഞ്ഞ കഥകളാണെങ്കിലും എത്ര കേട്ടാലും നമുക്ക് മതിവരാത്ത കഥയാണ് അധ്യാത്മരാമായണത്തിലെ ശ്രീരാമചന്ദ്രൻ്റെയും സീതയുടെയും. നമുക്കൊന്നുകൂടി കേൾക്കാം. അതിൻ്റെ പശ്ചാത്തലം തന്നെ ഞാനൊന്ന് ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കഥകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ കമൻസ് ഇടാനും മടിക്കരുത്. ശ്രീരാമൻ രാവണവധമെല്ലാം കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിലെത്തി രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം എല്ലാവരോടുമൊത്ത് സസുഖം വാഴുന്ന സമയം, അതായത് 14 ലോകങ്ങളും പരിപാലിച്ചു വാഴുന്ന സമയം, പല പല സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന മുനിശ്രേഷ്ഠന്മാർ ശ്രീരാമചന്ദ്രസ്വാമിയെ കാണാനായി വന്നുകൊണ്ടിരുന്നു. കിഴക്ക് ദിക്കിൽ നിന്നും കണ്ണു മഹർഷിയുടെ നേതൃത്വത്തിൽ, ദക്ഷിണ ദിക്കിൽ നിന്നും കൗശികൻ, അഗസ്ത്യൻ മുതലായവരുടെ നേതൃത്വത്തിലും, ധൗമ്യൻ മുതലായവർ പശ്ചിമ ദിക്കിൽ നിന്നും, വിശ്വാമിത്രൻ, ജമദഗ്നി മഹർഷി, ഗൗതമ മഹർഷി, അത്രി മഹർഷി, കശ്യപൻ, അതുപോലെ ഭരദ്വാജ മഹർഷി, വസിഷ്ഠ മഹർഷി മുതലായവർ ഉത്തര ദിക്കിൽ നിന്നും എത്തിച്ചേരുകയുണ്ടായി. പല ദിക്കുകളിൽ നിന്നായി വന്നുവെങ്കിലും എല്ലാവരും എത്തിച്ചേർന്നത് ഒരുമിച്ച് തന്നെയാണ്. ദ്വാരപാലകരോട് അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രനോട് മുനിശ്രേഷ്ഠന്മാർ ആഗതരായ വൃത്താന്തം ഉണർത്തിക്കുവാൻ പറഞ്ഞയക്കുകയാണ്. അതിന് പ്രകാരം അവർ ശ്രീരാമസ്വാമിയോട് ചെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ശ്രീരാമചന്ദ്രസ്വാമി ഉടൻ തന്നെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് അവരെ സാദരം കൂട്ടിക്കൊണ്ടുവന്ന് പൂജിച്ച് നമസ്കരിച്ച് സഭാതലത്തിൽ ഇരുത്തിയിട്ട് താനും ഇരിക്കുന്നു. മുനിശ്രേഷ്ഠന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കെല്ലാം സൗഖ്യമല്ലേ? ഉത്തരമായി അവർ പറഞ്ഞു, അധർമ്മികളായ രാക്ഷസന്മാരെ വധിച്ച് 3 ലോകങ്ങളെയും രക്ഷിച്ച അങ്ങ് സീതാദേവിയോടുകൂടെ ഇങ്ങനെ വാഴുന്നത് കാണുന്നതിൽ പരം എന്ത് സൗഖ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത്? പിന്നെ മാനവവീര, അങ്ങ് അറിയേണ്ടതായ ഒന്നുണ്ട്. അങ്ങ് രാവണനെ കൊന്നത് നന്നായി എന്ന് പറയുന്നതും പൊഴുത്തുന്നതും അജ്ഞാനം കൊണ്ടല്ലേ? കാരണം നിന്തിരുവടിയായ അങ്ങ് വിചാരിച്ചാൽ 14 ലോകവും ജയിക്കാമെന്നിരിക്കെ കേവലം ഒരു രാക്ഷസനെ വധിച്ചതിൽ എന്താണ് ഇത്ര ആശ്ചര്യം? ആ രാവണൻ്റെ മകനായ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിച്ചതിലെന്തിത്ര ആശ്ചര്യം? ശ്രീരാമചന്ദ്രന് ചിരി വന്നു. എങ്കിലും ചോദിക്കുകയാണ്, ത്രൈലോക്യ കണ്ടകനായ രാവണനേക്കാളും എന്ത് മേന്മയാണ് മകനായ ഇന്ദ്രജിത്തിനുള്ളത്? ഉടനെ മുനിമാർ ഇപ്രകാരം പറഞ്ഞു, ഇന്ദ്രജിത്തിൻ്റെ പരാക്രമത്തെക്കുറിച്ച് അറിയണമെങ്കിലോ പറയാമല്ലോ, കേട്ടുകൊണ്ടാലും. നമുക്കറിയാം, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അറിയാത്തതായി എന്തുണ്ട് ലോകത്തിൽ? മഹാവിഷ്ണുവിൻ്റെ അവതാരമായി കേവലം മർത്യനായി ജനിച്ചു എന്ന് വച്ച് അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്തതായി എന്തെങ്കിലും ഉണ്ടോ? എന്നിരുന്നാലും വളരെ ക്ഷമയോടെ അഗസ്ത്യ മഹർഷി പറയുന്നത് കേൾക്കാൻ തയ്യാറായി അദ്ദേഹം ഇരുന്നു. നമുക്കിനി ആ രാമാവതാര പശ്ചാത്തലം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ബാക്കി കഥ തുടർന്ന് പറയാം. ഒരിക്കൽ ബ്രഹ്മനന്ദനായ പുലസ്ത്യൻ ഹിമാലയ പർവ്വതത്തിൽ തൃണബിന്ദു എന്ന രാജാവിൻ്റെ ആശ്രമത്തിൽ വളരെ തപോനിഷ്ഠയോടുകൂടി വാഴുന്ന കാലത്ത് അവിടെ നദിയിൽ കുളിക്കാനായി രാജകുമാരിയും തോഴിമാരെയും ഇടയ്ക്കിടെ വന്നു പോകുമായിരുന്നു. ഇവരുടെ കുളിയും ചിരിയും കളിയും ഒന്നും പുലസ്ത്യ മഹർഷിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മഹർഷി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എന്ത് ഉപദ്രവമാണ് ഈ കന്യകുമാരെ കൊണ്ട്.
ഇവർ ഇനിയും ഇവിടെ വന്നാൽ ഗർഭവതികളായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ഇതൊന്നും ഈ പെൺകുട്ടികൾ അറിയുന്നില്ല. അറിയാവുന്നവരാകട്ടെ അങ്ങോട്ടേക്ക് വരാതെയായി. എന്നാൽ തൃണബിന്ദു രാജാവിൻ്റെ മകൾ ഈ കഥയൊന്നും അറിയാതെ തോഴിമാരെ തേടി അവിടേക്ക് ചെല്ലുകയാണ്. ഋഷീശ്വരൻ്റെ ശാപം അനുസരിച്ച് അവൾ ഗർഭം ധരിക്കുകയും ചെയ്യുന്നു. ആലോചിച്ച് നോക്കൂ, അവിവാഹിതയായ ഒരു കന്യക ഗർഭവതിയായാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും? രാജകുമാരി വല്ലാതെ ഭയന്നുപോയി. പരിഭ്രമിച്ച് പേടിച്ചിരിക്കുന്ന രാജകുമാരിയുടെ അവസ്ഥ കണ്ട് രാജാവ് കാര്യമന്വേഷിക്കുന്നു. വിവശനായ തൃണബിന്ദു മഹാരാജാവ് പുലസ്ത്യ മഹർഷിയെ തന്നെ സമീപിച്ചിട്ട് ചോദിച്ചു, ലോകേശാത്മജനായ അങ്ങയ്ക്ക് എന്താണ് സാധിക്കാത്തതായുള്ളത്? അങ്ങയുടെ ദയയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. ഗർഭവതിയായ എൻ്റെ മകളെ ഇനി അങ്ങ് വിവാഹം കഴിക്കാമോ? അങ്ങയുടെ ശാപം നിമിത്തം ഉണ്ടായ ഈ അപമാനം അങ്ങ് തന്നെ തീർത്തു തരണമേ എന്ന് മഹർഷിയോട് കേണപേക്ഷിക്കുകയും ചെയ്തു. അങ്ങ് തന്നെ യഥാവിധി പാണിഗ്രഹണം ചെയ്യണമെന്ന് അപേക്ഷിച്ച രാജാവിൻ്റെ ആ അഭ്യർത്ഥനയെ മാനിച്ച് ഏതായാലും പുലസ്ത്യ മഹർഷി അങ്ങനെ തന്നെ ആകട്ടെ എന്ന് സമ്മതിച്ച് രാജപുത്രിയെ സ്വീകരിക്കുകയാണ്. വേദം ശ്രവിച്ചത് മൂലം വേദമന്ത്രങ്ങൾ കേട്ട് ഗർഭസ്ഥയായിരുന്നതിനാൽ ജനിച്ച കുമാരന് വിശ്രവസ് എന്ന് പേരും നൽകി. അവർക്ക് വളരെയധികം കീർത്തിയോടെ, അതായത് വിശ്രുത കീർത്തിയോടെ ഉണ്ടായ ആ കുഞ്ഞാണ് വൈശ്രവണൻ. വൈശ്രവണൻ 49,000 ദിവ്യ സംവത്സരം നിരാഹാരനായി തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ദിക്പാലന്മാരുടെ സ്ഥാനം, നിധീശത്വം, ധനപതി എന്ന സ്ഥാനം, പുഷ്പക വിമാനം ഇവയെല്ലാം ബ്രഹ്മാവിനോട് വരമായി ചോദിച്ചു വാങ്ങിച്ച് വളരെയധികം പ്രശസ്തിയോടെ അങ്ങനെ വാണു. അപ്പോൾ അദ്ദേഹത്തിനൊരു തോന്നൽ, ഈ ഇരിപ്പിടവും ഈ വാസസ്ഥാനവും ഒക്കെ തനിക്ക് അനുയോജ്യമാണോ? ഇത്രയും പ്രശസ്തിയും കീർത്തിയും എല്ലാം സമ്പാദിച്ചു. അച്ഛനോട് തന്നെ ചെന്ന് ചോദിച്ചു, എനിക്ക് ഇരിക്കാനും വസിക്കാനും കുറെ കൂടി സൗകര്യപ്രദമായ ഒരു സ്ഥാനം എന്തുകൊണ്ട് അനുവദിച്ചു തരുന്നില്ല, തന്നുകൂടെ എന്ന്. അദ്ദേഹം അല്പനേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, ദക്ഷിണ സമുദ്രത്തിൽ ത്രികൂടാചലത്തിന് മുകളിലായി വിശ്വകർമാവിനാൽ നിർമ്മിതമായ ലങ്ക എന്നു പേരായ നഗരമുണ്ട്. രാക്ഷസ വീരന്മാരെല്ലാം അവിടെയാണ് കാലങ്ങളായി സസുഖം താമസിച്ചു വന്നിരുന്നത്. എന്നാൽ ദേവന്മാരെ ഉപദ്രവിച്ചതുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണു അവരെ ആക്രമിക്കുകയും രാക്ഷസന്മാരെ വധിക്കുകയും ചെയ്തു. ശേഷിച്ചവർ പേടിച്ചോടി പാതാള ലോകത്തിൽ ഒളിച്ചു. അവിടെ ചെന്ന് ദോഷങ്ങളൊക്കെ നീക്കിയിട്ട് താമസയോഗ്യമാക്കി താമസം തുടങ്ങിയാലും അച്ഛനെ വണങ്ങിയിട്ട് വൈശ്രവണൻ പുഷ്പക വിമാനത്തിൽ കയറി ലങ്കയിലെത്തി താമസം തുടങ്ങിയാണ്. അതിമനോഹരമായ ലങ്കാനഗരിയിൽ സർവ്വതും സ്വർണ്ണമയമാണ്. ഗോപുരങ്ങൾ, താഴികക്കുടങ്ങൾ, മതിലുകളെല്ലാം സൂര്യശോഭയിൽ വെട്ടിത്തിളങ്ങുകയാണ്. വൈശ്രവണൻ അങ്ങനെ ലങ്കയിൽ താമസം തുടങ്ങുന്നു. വിശ്വകർമാവിനെ കൊണ്ട് ലങ്കാനഗരം സൃഷ്ടിച്ച ആ ബ്രഹ്മാവ് അവിടെ താമസിക്കാനും ആരെങ്കിലും വേണ്ടേ? അവരെയും സൃഷ്ടിച്ചു. അവരെ സൃഷ്ടിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റുന്നില്ല, ആ പൈതാഹാദികൾ മാറ്റാൻ എന്തെങ്കിലും ഉപായം ചൊല്ലൂ എന്ന് പറഞ്ഞ അവരോട് രക്ഷ്യതാം എന്ന് പറഞ്ഞു. മന്ദന്മാരായ ചിലർ രക്ഷ്യാമോ എന്ന് കുറച്ച് പേര് ചോദിച്ചു, യക്ഷ്യാമോ എന്ന് കുറച്ച് പേര് ചോദിച്ചു. അവരുടെ ചോദ്യം കേട്ട ബ്രഹ്മാവ്, രക്ഷ്യാമോ എന്ന് ചോദിച്ചവർ രാക്ഷസ ജാതികളും യക്ഷ്യാമോ എന്ന് ചോദിച്ചവർ യക്ഷന്മാരെന്നും അറിയപ്പെടുന്ന രീതിയിൽ പറഞ്ഞു വെച്ചു. അങ്ങനെ രാക്ഷസന്മാരിൽ വെച്ച് ഉത്തമന്മാരായവരായിരുന്നു ഹേതിയും പ്രഹേതിയും. ജ്യേഷ്ഠനായ ഹേതി കാലൻ്റെ സഹോദരിയെ വേളി കഴിച്ചു. അങ്ങനെ സ്വഗ്രഹധർമ്മം പരിപാലിച്ചു വന്നു. അനുജനായ പ്രഹേതിയാകട്ടെ ബ്രഹ്മചാരിയായി ജീവിതം കഴിച്ചുകൂട്ടി. നിർമ്മലനായ ഹേതിക്ക് വിദ്യുത്കേശൻ എന്നു പേരായ സദ്ഗുണസമ്പന്നനായ ഒരു മകൻ പിറന്നു. കുമാരൻ വളർന്ന് യുവാവായി സന്ധ്യാനന്ദനയായ സാലങ്കടയെ വിവാഹം കഴിച്ചു. അവരങ്ങനെ ഉല്ലസിച്ച് നാനാ പ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുന്നതായ വേളയിൽ മന്ദരഗിരിയുടെ പ്രാന്തത്തിലെത്തിയപ്പോൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഒരു മടിയും കൂടാതെ ആ കുഞ്ഞിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് അവർ കാമലീലകളാടി നടന്നു പോവുകയാണ്. ജനിച്ച് വീണയുടൻ വളരെയധികം നിസ്സഹായരാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ മാതാപിതാക്കൾക്ക് ഒട്ടും തന്നെ മടിയുണ്ടായില്ല. അവർ ഒരു ശങ്കയും കൂടാതെ സങ്കടവുമില്ലാതെ നടന്നുപോയി. അത് കരഞ്ഞുകൊണ്ടേയിരുന്നു നിർത്താതെ. ദാരുണമായി ഈ സമയം
ആകാശമാർഗത്തുകൂടെ കടന്നുപോയ ശ്രീമഹേശ്വരനും പാർവതീദേവിയും കുഞ്ഞിനെ കണ്ട് താഴോട്ടിറങ്ങി വന്നു. പാർവതീദേവി ആ സ്ത്രീ സഹജമായ കരുണയോടെയും മാതൃസഹജമായ വാത്സല്യത്തോടെയും എടുത്ത് മുലയൂട്ടുന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നു. അവർക്ക് യാത്ര തുടരണമല്ലോ. കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകാൻ ദേവി ഒട്ട് തയ്യാറായതുമില്ല. ഉടനെ തന്നെ ആ കുഞ്ഞിനെ യൗവനാവസ്ഥയിലേക്ക് മാറ്റുകയാണ്. അവിടെ ഒരു വീടൊക്കെ ഉണ്ടാക്കി താമസിപ്പിച്ചിട്ട് അതിന് സുകേശൻ എന്ന് പേരിട്ട് സുഖമായി താമസിക്കാനും അതുപോലെ തന്നെ ശേഷകാലം ഭഗവാന്റെ അനുചരനായി ഭഗവാന്റെ സേവകനായി ജീവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് അവിടെയാക്കി അവർ യാത്ര തുടരുന്നു. സുകേശൻ അങ്ങനെ സുഖമായി താമസിച്ചു വരുന്നതായ സമയം ഗന്ധർവശ്രേഷ്ഠനായ ഗ്രാമണിയുടെ മകൾ വേദവതിയെ മഹാദേവൻ്റെ ഭൃത്യനായ നമ്മുടെ സുകേശന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. അവർക്ക് 3 പുത്രന്മാരുണ്ടായി: മാലി, സുമാലി, മാല്യവാൻ. ഇവരെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇവർ 3 പേരും ഒരുമിച്ച് തപസ് തുടങ്ങി മേരുപർവ്വതത്തിൻ്റെ പ്രാന്തത്തിൽ നിരാഹാരന്മാരായിട്ട് വായു മാത്രം ഭക്ഷിച്ച് വളരെയധികം കാലം ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രസാദിച്ചിട്ട് അവർ ചോദിച്ച വരമെല്ലാം കൊടുത്ത് അന്തർധാനം ചെയ്യുകയും ചെയ്തു. അവർ 3 പേരും വരം കിട്ടിയതിൽ അഹങ്കരിച്ച് അവിടെയുള്ളവരെല്ലാം പീഡിപ്പിക്കാൻ തുടങ്ങുന്നു. അവിടെയുള്ള രാക്ഷസന്മാരും യക്ഷന്മാരും തങ്ങളെ ഈ ദുഃഖത്തിൽ നിന്ന് ആര് രക്ഷിക്കുമെന്ന് വളരെയധികം ശോകത്തോടെ ചിന്തിച്ചു കൊണ്ടിരുന്നു. പക്ഷേ മാലി, സുമാലി, മാല്യവാൻ ഇവർ 3 പേരും ഈ യക്ഷന്മാരെയും രാക്ഷസന്മാരെയും പീഡിപ്പിക്കുന്നതിലാണ് സുഖം കണ്ടെത്തിയത്. അവർ ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു പറഞ്ഞു, വിശ്വവിസ്മയമായിട്ടുള്ള ഒരു പുരം ഭവാൻ ഞങ്ങൾക്ക് നിർമ്മിച്ചു നൽകണം. ഇത് കേട്ട വിശ്വകർമാവ് പറഞ്ഞു, ഞാൻ പണ്ട് ദേവേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് ത്രികൂടാചലത്തിൻ്റെ മുകളിൽ വളരെയധികം മനോഹരമായ ഒരു പുരം നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ലങ്ക എന്നു പേരായ നഗരത്തിൽ ശത്രുഭയം കൂടാതെ പോയി താമസിച്ചു കൊള്ളൂ എന്ന്. ഇത് കേട്ട അവർ 3 പേരും അവിടെ പോയി സസുഖം താമസം തുടങ്ങി. ഇതിൽ മാല്യവാന് 7 പുത്രന്മാരുണ്ടായി. അനല എന്നൊരു പുത്രിയും. സുമാലിക്കും ഭാര്യയായ കേതുമതിക്കും 10 പുത്രന്മാരും 4 പുത്രിമാരും ഉണ്ടാകുന്നു. അതുകൂടാതെ അനലൻ, അനിലൻ, വരൻ, സമ്പാദി എന്നിങ്ങനെ പുത്രന്മാർ 21 ആൺമക്കളും അതുപോലെ തന്നെ 5 പെൺമക്കളും. ഇവർ തങ്ങളുടെ മക്കളോടും പടയോടും കൂടി 3 ലോകങ്ങളെയും പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇവരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ദേവന്മാർ, താപസന്മാർ, ഗന്ധർവന്മാർ, ഉരകങ്ങൾ എല്ലാവരും ഓരോ ഗുഹകളിൽ പോയി ഒളിച്ചു താമസിക്കുകയാണ്. ഗത്യന്തരമില്ലാതെ ഒരു നാൾ എല്ലാവരും കൂടി കൈലാസത്തിൽ ചെന്ന് ദക്ഷാരിയായ ആ മഹേശ്വരനെ കണ്ട് സ്തുതിച്ചിട്ട് തങ്ങളുടെ ശോചനീയ അവസ്ഥ അറിയിക്കുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞ് ശ്രീ മഹേശ്വരൻ ആലോചിച്ചു, ഇവരെയെല്ലാം രക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണല്ലോ. എൻ്റെ വിശ്വസ്ത ഭൃത്യനായ സുകേശൻ്റെ മക്കളാണല്ലോ, അവനെ സംരക്ഷിക്കേണ്ടതുണ്ട്. ആയതിനാൽ വധിക്കുന്നത് ഉചിതമല്ല. ഇപ്രകാരം ചിന്തിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ക്ഷീരസാഗര തീരത്ത് ചെന്ന് മുകുന്ദനോട് സങ്കടമെല്ലാം ഉണർത്തിക്കുക. കല്യാണമൂർത്തിയായ ഭഗവാൻ മഹാവിഷ്ണു നിങ്ങളെ സങ്കടം തീർത്ത് അനുഗ്രഹിക്കും. അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോവുക. അത് കേട്ട് ദേവന്മാരും മറ്റുള്ളവരും പാൽക്കടലിൻ്റെ തീരത്തേക്ക് ചെന്ന് നന്നായി സ്തുതിക്കാൻ തുടങ്ങി. നമസ്തേ നാരായണ, നമസ്തേ വാസുദേവ, നമസ്തേ ലോകേശ്വര, നമസ്തേ ജഗത്പദേ, നമസ്തേ നരകാരേ, രമിച്ചീഴണം ചിത്തം ഭവതി രമാപദേ. ദേവന്മാരുടെ സ്തുതി കേട്ട് ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു. എന്നിട്ട് ചോദിച്ചു, എല്ലാവരും കൂടി എന്നെ കാണാൻ എന്തുകൊണ്ട് വന്നു? ഇവിടെ വരാൻ എന്താണ് കാരണം? സന്തുഷ്ടരായിട്ട് എന്നെ സേവിപ്പാൻ വന്നതാണോ? അതോ എന്നോടെന്തെങ്കിലും സങ്കടം ഉണർത്തിക്കാനുണ്ടോ? എന്താണെങ്കിലും മടിക്കേണ്ട, പറഞ്ഞുകൊള്ളൂ, നിവൃത്തി വരുത്തുന്നുണ്ട്. ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞതിനെ കേട്ടിട്ട് അവർ പറഞ്ഞു, മഹേശ്വരൻ്റെ ഇഷ്ടഭൃത്യനായ സുകേശന് 3 പുത്രന്മാരുണ്ട്. അവർ 3 പേരും ഒരുമിച്ച് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് വരങ്ങളും വാങ്ങിച്ച് ജഗത്രയങ്ങളിലും സന്താപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ സുകേശനോടുള്ള വാത്സല്യ നിമിത്തം മഹാദേവൻ സുകേശൻ്റെ മക്കളായ മാലിയെയും സുമാലിയെയും മാല്യവാനെയും ഒന്നും ചെയ്തില്ല. മറിച്ച് ജഗന്നാഥനായ അങ്ങയെ വന്ന് കണ്ട് സങ്കടം ഉണർത്തിക്കാൻ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചതാണ്. ഭഗവാനെ, ഞങ്ങൾക്ക് മറ്റാരും ശരണമില്ല നിന്തിരുവടിയല്ലാതെ എന്നറിഞ്ഞാലും അതിനുത്തരമായിട്ട് ഭഗവാൻ ദേവന്മാരോട് പറഞ്ഞു, ആ രാക്ഷസ പരിഷകളെയെല്ലാം വധിച്ച് നിങ്ങളെ ഞാൻ രക്ഷിക്കുന്നുണ്ട്. ആ രാക്ഷസന്മാർ ഉപദ്രവിക്കുകയാണെങ്കിൽ ഒരു ദൂതനെ അയച്ചാൽ മതി, തൽക്ഷണം തന്നെ ഞാൻ അവിടെ എത്തിച്ചേരുന്നതാണ്.
ആരും വ്യസനിക്കേണ്ടതില്ല. വ്യസനിക്കാതെ പോയാലും ദേവന്മാർ അവരവരുടെ വാസസ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോന്നു. ഇതിനിടയിൽ മാല്യവൻ തൻ്റെ സഹോദരങ്ങളെ വിളിച്ചു പറഞ്ഞു, ആ രാക്ഷസന്മാരും മറ്റുള്ളവരും ചെന്ന് മഹേശ്വരനോട് ആവലാതി പറഞ്ഞു, നമ്മുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. മഹേശ്വരനാകട്ടെ നമ്മോടുള്ള വാത്സല്യ നിമിത്തം അവരെ തിരിച്ചയക്കുകയും ചെയ്തു. പക്ഷേ മഹാവിഷ്ണു വെറുതെ ഇരിക്കുകയില്ല. പാലാഴിയിൽ വസിക്കുന്ന ആ പരമാനന്ദമൂർത്തിയായ ഭഗവാൻ നമ്മയെല്ലാം വകവരുത്തുന്നതാണ്. അതുകൊണ്ട് നാം കരുതിയിരിക്കണം. നമുക്ക് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് എന്ന് രാക്ഷസന്മാർ അങ്ങനെ തീരുമാനിക്കുകയാണ്. ഈ രാക്ഷസന്മാരാകട്ടെ ദേവന്മാരുടെ അഹങ്കാരം അടക്കണം, വൈകാതെ തന്നെ പടയും കൂട്ടി പുറപ്പെടണം എന്ന തീരുമാനത്തിലെത്തി യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ആരംഭിച്ചു. പാതാളത്തിൽ നിന്നുള്ള രാക്ഷസന്മാരെയും വരുത്തി ദൂതന്മാരെ അയച്ച് പല പല സ്ഥലങ്ങളിലുള്ള അസുരന്മാരെയൊക്കെ വരുത്തി പടയൊരുക്കം നടത്തി. അപ്രകാരം തന്നെ ദേവന്മാരും തങ്ങളുടെ പക്ഷത്ത് ഒരുമിച്ച് ചേർന്ന് യുദ്ധത്തിനായി പുറപ്പെടുന്നു. നിമിത്തങ്ങൾ എല്ലാം മോശമായി കാണപ്പെട്ടെങ്കിലും അതൊന്നും ഗൗനിക്കാതെ അവർ ദേവന്മാരെ ആക്രമിക്കുന്നതിനായി ദേവലോക ഗോപുരത്തിങ്കൽ എത്തിച്ചേരുകയാണ്. ദേവേന്ദ്രൻ അത് കണ്ടു. ദൂതനെ അയച്ച് ദേവദേവേശനായ ഭഗവാനെ വിവരം അറിയിക്കുകയാണ്. ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞിരുന്നു, ദൂതനെ അയച്ചാൽ ഉടനെ തക്ഷണം എത്തുന്നതാണെന്ന്. ഭഗവാനും രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നതിനായി തൻ്റെ വാഹനമായ ഗരുഡൻ്റെ മുകളിൽ കയറി ആയുധ സന്നാഹങ്ങളോടെ എത്തിച്ചേർന്നു. അത് കണ്ട് രാക്ഷസന്മാർ ഭഗവാന്റെ നേരെ ആയുധം പ്രയോഗിച്ചു. ഭഗവാനും തിരിച്ച് അസ്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. രണ്ട് ഭാഗത്തും ആനകളും രാക്ഷസന്മാരും എല്ലാം കയ്യും കഴുത്തുമറ്റ് വീണുകൊണ്ടിരുന്നു. ജീവനറ്റ ശരീരങ്ങൾ തലങ്ങും വിലങ്ങും വീഴാൻ തുടങ്ങി. ശരങ്ങൾ കൊണ്ട് യുദ്ധഭൂമി നിറഞ്ഞു. യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. അതുപോലെ തന്നെ ദേവൻ അപ്പോൾ, അതായത് ഭഗവാൻ ശംഖമെടുത്ത് തൻ്റെ പാഞ്ചജന്യമെടുത്ത് ഉച്ചത്തിൽ വിളിച്ചു. ശംഖധ്വനി കേട്ട് ഭൂമി കുലുങ്ങി, സമുദ്രം ഇളകി മറിഞ്ഞു, പർവ്വതങ്ങൾ ആടി ഉലഞ്ഞു. ആനകളും കുതിരകളും നിശാചര വീരന്മാരും മോഹിച്ചു വീഴുകയാണ്. അസ്ത്രങ്ങളാലും ശംഖധ്വനിയാലും ഭീതി പൂണ്ട് രാക്ഷസന്മാർ ഓടിപ്പോയി തുടങ്ങി. ഇത് കണ്ട സുമാലി കോപം പൂണ്ട് അടുത്തേക്ക് വന്ന് അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി ഭഗവാന്റെ നേരെ. മാലിയും സുമാലിയുടെ സഹായത്തിനെത്തി. ഇത് കണ്ട് ഭഗവാൻ ശക്തനായ സുമാലിയുടെ സൂതനെ ആദ്യം വധിച്ചു. ഓടിയെടുത്ത മാലിയുടെ തേരും വില്ലും മുറിച്ചു കളഞ്ഞു. ഉടനെ തൻ്റെ ഗദയും എടുത്ത് താഴേക്ക് ചാടിയ മാലി ഗരുഡനെ ആക്രമിക്കാൻ തുടങ്ങി. പാവം, ഗദ കൊണ്ടുള്ള അടിയേറ്റ് താഴേക്ക് പതിക്കാൻ തുടങ്ങി. വനമാലി തൻ്റെ ചക്രത്താൽ മാലിയുടെ കഴുത്തറുത്തു. ദേവഗന്ധർവ ചാരണ താപസന്മാർ ഒന്നിച്ച് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഇതിനിടെ മറ്റു രാക്ഷസന്മാർ ഭയപ്പെട്ട് ഓടാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ വിട്ടില്ല. അവരെ പിന്തുടർന്ന് ആക്രമിച്ചത് കണ്ട് മാല്യവാൻ പറഞ്ഞു, ഇത് ധർമ്മമല്ല. ധർമ്മജ്ഞനായ നിനക്കിതുപോലും അറിയില്ലേ? പേടിച്ചോടുന്നവനെയും യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നവനെയും ആയുധമില്ലാത്തവനെയും വധിച്ചാൽ നരകമാണ് ഫലം. ഇത് നിനക്കറിയില്ലേ രാഘവ? മുന്നിൽ ഞാനുണ്ടല്ലോ, എന്നോട് പൊരുതുക. ഇങ്ങനെ പറഞ്ഞതും കയ്യിലിരുന്ന വേൽ കൊണ്ട് ഭഗവാന്റെ നെഞ്ച് ലക്ഷ്യമാക്കി ഒറ്റ കുത്താണ്. ഭഗവാനാകട്ടെ സ്വന്തം മാറിൽ നിന്നും വേൽ പറിച്ചെടുത്തിട്ട് തിരിച്ച് മാല്യവാൻ്റെ മാറിടം ലക്ഷ്യമാക്കി പ്രയോഗിച്ചു. വേൽ കൊണ്ടുള്ള ആ പ്രയോഗത്തിൽ തളർന്ന മാല്യവാൻ ശൂലമെടുത്ത് പ്രയോഗിക്കുകയാണ്. തന്നെയുമല്ല, ഭഗവാന്റെ മാറിടത്തിൽ മുഷ്ടി ചുരുട്ടി പ്രഹരിക്കുകയും ചെയ്യുന്നുണ്ട്. അനന്തരം പക്ഷിശ്രേഷ്ഠനെയും വെറുതെ വിടുന്നില്ല, അതിനും കൊടുത്തു പ്രഹരം. ആ ഗരുഡശ്രേഷ്ഠനാകട്ടെ തൻ്റെ ചിറകുകൾ കൊണ്ട് ശത്രുക്കളെ അടിച്ചു വീഴ്ത്തിക്കൊണ്ടിരുന്നു. പാരിൽ നിറയെ രാക്ഷസന്മാരുടെ രക്തം പരന്നൊഴുകി നദികൾ പോലെ ഒഴുകിക്കൊണ്ടിരുന്നു. ജ്യേഷ്ഠൻ വീഴുന്നത് കണ്ട് സുമാലി ദുഃഖിതനായി ശേഷിച്ച പടയോടുകൂടി പോകുന്നത് കണ്ട മാല്യവാൻ അവരോടുകൂടി പോവുകയാണ്. മാല്യവാനും സുമാലിയും പോയെങ്കിലും ഭഗവാൻ രാക്ഷസന്മാരോട് പൊരുതിക്കൊണ്ടേയിരുന്നു. കുറച്ചു നേരം പൊരുതിയപ്പോൾ രക്ഷയില്ലെന്ന് മനസ്സിലായ അവരും പാതാളത്തിൽ പോയി ഒളിക്കുന്നു. 3 ലോകങ്ങളിലുമുള്ള എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. രാക്ഷസപ്പടയെല്ലാം ഓടി ഒളിച്ചല്ലോ. ഇങ്ങനെ പാതാളത്തിലേക്ക് പോയ രാക്ഷസന്മാർ തങ്ങളുടെ ഭാര്യമാരുമായി ഒരുപാട് കാലം സസുഖം അവിടെ ഒളിച്ചു താമസിച്ചു. ഇതിനിടെ സുമാലി ആലോചിച്ചുകൊണ്ടിരുന്നു, എങ്ങനെയെങ്കിലും ഈ പാതാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പഴയതുപോലെ നമുക്ക് ലങ്കയിൽ പോയി താമസിക്കണ്ടേ? ബന്ധുക്കളായ ആരെങ്കിലും ഉണ്ടോ? അന്വേഷിച്ചറിയുന്നതിനായി തൻ്റെ മകളായ കൈകസിയെയും കൊണ്ട് ഭൂമിയിൽ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ആകാശമാർഗത്തുകൂടെ വൈശ്രവണൻ വളരെയധികം ആഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ ആഡംബരത്തോടുകൂടി തൻ്റെ പുഷ്പക വിമാനത്തിൽ കയറി അച്ഛനെ കാണാൻ ആയിട്ട് ലങ്കയിൽ നിന്നും
ആകാശമാർഗത്തുകൂടെ പോകുന്നത് കാണുകയാണ്. സുമാലി തൻ്റെ മകളോട് പറഞ്ഞു, മകളെ, നിന്റെ ബാല്യം കഴിഞ്ഞു യൗവനാവസ്ഥയിലെത്തിയല്ലോ. നീയാണെങ്കിൽ വിവാഹപ്രായമായി യൗവനയുക്തയും വളരെയധികം സുന്ദരിയുമായിരിക്കുന്നു. നിന്നെ വിവാഹം കഴിക്കാനായി നമ്മുടെ സ്വജനങ്ങളാരും വന്നു എന്ന് വരില്ല. ശത്രുഭയത്താൽ ആരും വരാനും സാധ്യതയില്ല. നീ വിവാഹിതയായി അനുരൂപനായ ഭർത്താവിനോടുകൂടി സുഖമായി താമസിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് എന്നാണ് സാധിക്കുന്നതെന്ന് ചിന്തിച്ച് ആദിയുമുണ്ട്. പുത്രി, നീ നോക്കൂ, ആ ആകാശത്തുകൂടെ പോകുന്നത് വൈശ്രവണനാണ്. നിനക്ക് സാമർഥ്യമുണ്ടെങ്കിൽ വൈശ്രവണനെ പോലെ ധനികന്മാരായ സാമർഥ്യമുള്ള മക്കൾ നിനക്കും ജനിക്കും. പൗലസ്ത്യപുത്രനായ വിശ്രവസ് മഹർഷിയെ നീ പോയി സേവിക്കുക. 3 ലോകങ്ങളിലും സമ്മതനായ ഒരു സമർത്ഥനായ പുത്രൻ വിശ്രവസിൽ നിനക്കും ഉണ്ടാകും. ഇത് കേട്ട കൈകസി വിശ്രവസ് മുനിയുടെ ആശ്രമത്തിലേക്ക് പോകുന്നു. കൈകസി അവിടെ ചെല്ലുന്നതായ സമയത്ത് ആ മഹർഷി സന്ധ്യാവന്ദനം ചെയ്യുകയായിരുന്നു. ഉടനെ തന്നെ സന്താനമാശു ദേഹി ദേഹീതി എന്ന് കൈകസി പറയുകയാണ്. മുനി ചിന്തിച്ചിട്ട് പറഞ്ഞു, എത്ര കഷ്ടം! നിന്റെ ഈ ആവശ്യം ഈ ദാരുണമായ വേളയിൽ നീ ഇങ്ങനെ ആവശ്യപ്പെട്ടതിനാൽ ജനിക്കുന്ന സന്താനങ്ങൾ ക്രൂരന്മാരും ദുഷ്ടന്മാരുമായി തീരുമല്ലോ. ഇത് കേട്ട കൈകസി പറഞ്ഞു, അല്ലയോ മഹർഷേ, അങ്ങ് വളരെയധികം ശ്രേഷ്ഠനാണല്ലോ. പുഷ്ടതപോബലമുള്ള ഭവാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നത് കഷ്ടമാണ്. ഉടനെ മഹർഷി കൈകസിയോട് പറഞ്ഞു, നീ ഇത് കേട്ടാലും നിനക്ക് മഹാവിഷ്ണുവിന് പ്രിയമുള്ളവനായി ഒരു സന്താനം അവസാനം ജനിക്കും. അവൻ സകല ഗുണഗണങ്ങളും ഉള്ളവനായിരിക്കും, ദീർഘായുഷ്മാനായിരിക്കും. ഇങ്ങനെ അനുഗ്രഹിച്ചതിന് ശേഷം അവർ അവരവരുടെ വാസസ്ഥലത്തേക്ക് പോകുന്നു. ഗർഭകാലം പൂർണ്ണമായപ്പോൾ കൈകസി പ്രസവിച്ചു. 10 തലയും 20 കൈകളും, എത്രയും ഭീഷണമായ ഒരു രൂപം. അതുപോലെ നീലശൈലം പോലെ രണ്ടാമതൊരുത്തൻ, മൂന്നാമതൊരു രാക്ഷസി, അതാണ് ശൂർപ്പണഖ. ശൂർപ്പം, മുറം പോലെ നഖമുള്ളവൾ എന്നാണ് ശൂർപ്പണഖ രാക്ഷസിയായിരുന്നു. 4ാമത് ജനിച്ചവനാണ് ധന്യനായ ഭാഗവതോത്തമനായ ഭഗവത് പ്രിയനായ വിഭീഷണൻ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും, ആദ്യം ജനിച്ചത് രാവണൻ, പിന്നെ കുംഭകർണൻ, ശൂർപ്പണഖ, അത് കഴിഞ്ഞ് വിഭീഷണൻ. കൈകസി മക്കളോടൊപ്പം അങ്ങനെ സസുഖം താമസിച്ചു വരുമ്പോൾ ആകാശമാർഗത്തുകൂടെ അച്ഛനെ കാണാനായി പോകുന്ന വൈശ്രവണനെ ചൂണ്ടിക്കാണിച്ചിട്ട് മകനോട് പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠൻ പോകുന്നത് കണ്ടോ? നിനക്കും അവനും പിതാവ് ഒന്ന് തന്നെയാണല്ലോ. പക്ഷേ എന്ത് ഫലം? അവൻ പുഷ്പക വിമാനത്തിലും നീയോ ഇങ്ങ് കാട്ടിലും. ഈ പറച്ചിൽ കേൾക്കുമ്പോൾ ഏത് മകനാണ് വാശിയും വൈരാഗ്യവും ഉണ്ടാകാതെ ഇരിക്കുക? അതനുസരിച്ച് ഈ 3 പേരും തപസ് ചെയ്യാൻ പോവുകയാണ്. തപസ് ചെയ്ത് ആ വരം കിട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാം അഹങ്കാരികളായിത്തീരും. 3 പേരും തപസ് ചെയ്തു. വിഭീഷണൻ ആ പരബ്രഹ്മസ്വരൂപത്തെ ധ്യാനിച്ച് ശാന്തചിത്തനായിരിക്കുകയായിരുന്നു. അങ്ങനെ 10,000 ആണ്ട് കഴിഞ്ഞു. ബ്രഹ്മാവ് വന്നതേയില്ല. രാവണൻ എന്ത് ചെയ്തു എന്നറിയുമോ? തൻ്റെ 10 തലകളിൽ 1 അറുത്ത് തീയിലേക്കിട്ടു. പിന്നെയും 1000 വർഷം കഴിഞ്ഞപ്പോൾ 2ാമത്തെ തലയും അറുത്ത് അഗ്നിയിൽ ഹോമിച്ചു. അങ്ങനെ ഓരോ 1000 വർഷം കൂടുമ്പോഴും ഓരോ തലകൾ വീതം അറുത്ത് ഹോമിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ 19,000 ആണ്ട് കഴിഞ്ഞു. ഒരേ ഒരു തലയേ ഇനി ബാക്കിയുള്ളൂ. ആ തലയും അറുക്കാൻ വാളോങ്ങിയപ്പോൾ ബ്രഹ്മദേവൻ പ്രസാദിച്ച രാവണന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട്, വീര, മതി, സാഹസം ഇങ്ങനെ. നിന്റെ അഭിമതം എന്താണെന്ന് ചൊല്ലൂ, ഞാൻ അത് നൽകുന്നുണ്ട്. രാവണൻ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം പറയുകയാണ്. ഈ കഥകളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എന്നാലും ഒന്നുകൂടെ പറയാം. എന്നെ ദേവന്മാരോ അസുരന്മാരോ രാക്ഷസന്മാരോ വധിക്കാൻ പാടില്ല. ഉരകങ്ങളോ ഗന്ധർവന്മാരോ പന്നകങ്ങളോ പക്ഷികളോ ആരും എന്നെ വധിക്കരുത്. മനുഷ്യനല്ലാതെ മറ്റാരും എന്നെ വധിക്കാൻ പാടില്ല. എല്ലാം നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് കുംഭകർണൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ദേവന്മാർ ഈ അസുരന്മാരുടെ ഉപദ്രവങ്ങൾ മനസ്സിലോർത്തു. അത് കണ്ട് അവർ വേഗം സരസ്വതി ദേവിയെ വിളിച്ചിട്ട് പറഞ്ഞു, വരം കിട്ടിയാൽ ഇവരെല്ലാം മഹാ അഹങ്കാരികളും നമുക്ക് ഉപദ്രവകാരികളുമായി ഭവിക്കും. അതുകൊണ്ട് ദേവി ഒരു കാര്യം ചെയ്യണം. ഈ കുംഭകർണൻ്റെ വാക്ക് അവൻ്റെ നാവിൽ പ്രവേശിച്ച് ഉച്ചരിക്കുമ്പോൾ തെറ്റിക്കണം എന്ന് പറഞ്ഞു. അതിൻ പ്രകാരം ബ്രഹ്മാവ് വരം ആവശ്യപ്പെടാൻ പറഞ്ഞപ്പോൾ
ഇങ്ങനെയാണ് കുംഭകർണൻ പറയുന്നത്. നിദ്രത്വം ഏവം നൽകേണ മടിയന്, മറ്റൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നു. നിദ്രത്വം എന്ന് പറഞ്ഞാൽ ഉറക്കമാണല്ലോ, നിദ്ര ഉറക്കം. വിഭീഷണൻ്റെ അടുത്തേക്കാണ് അടുത്തതായി ബ്രഹ്മാവ് പോകുന്നത്. വിഭീഷണനോട് എന്താണ് അഭീഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ആദ്യം തന്നെ താണു വീണ് നമസ്കരിക്കുകയാണ്. അങ്ങയെ കാണാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യമെന്ന് ആദ്യം പറയുന്നു. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചതുപോലെയായി അങ്ങയെ ദർശിച്ചപ്പോൾ. പിന്നെയും പിന്നെയും ആ പാദാഭുജങ്ങൾ വന്ദിക്കുകയാണ് വിഭീഷണൻ. ഒരു വരമേ എനിക്ക് നൽകേണ്ടൂ എന്നും ധർമ്മച്യുതി വരാതെ, അവിടുത്തെ തൃപ്പാദ ഭക്തിക്ക് ഇളക്കം വരാതെ, പാപകർമ്മങ്ങളിൽ നിന്ന് വൈമുഖ്യമുണ്ടായി ജീവിക്കാൻ അനുഗ്രഹിച്ചാൽ മതി. അപ്രകാരം ഭവിക്കട്ടെ എന്ന് ബ്രഹ്മദേവൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അനേക സംവത്സരം ജീവിച്ചിരിക്കുക, ആരാലും ഒരു സങ്കടവും ഉണ്ടാകാൻ ഇടയാകാതിരിക്കട്ടെ, കൽപ്പാന്തകാലത്തോളം ഉത്തമ ഭഗവത് ഭക്തനായി വാഴുക. ഇങ്ങനെ ബ്രഹ്മദേവൻ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനാകുന്നു. കുംഭകർണന് തൽക്ഷണം നിദ്ര വന്നു. അമ്മയായ കൈകസിയാകട്ടെ വളരെയധികം സന്തുഷ്ടയായി 3 മക്കളോടും കൂടി ശ്ലേഷ്മോദക വനത്തിൽ സന്തുഷ്ടയായി താമസിച്ചു വരികയാണ്. വിവരമെല്ലാം അറിഞ്ഞ സുമാരി തൻ്റെ മറ്റു മക്കളുമായി എവിടേക്ക് എത്തിച്ചേരുന്നു. കൈകസി സ്വന്തം സഹോദരന്മാർ, മക്കൾ, അച്ഛൻ എല്ലാവരോടും കൂടി അങ്ങനെ സസുഖം ഇവിടെ താമസിച്ചു വരുന്നു. കശ്യപ മഹർഷിക്ക് അദിതി എന്നും ദിതി എന്നും പേരുള്ള 2 പത്നിമാരുണ്ടായിരുന്നു. അതിഥിയിൽ ജനിച്ച മക്കൾ ആതിഥേയന്മാരും ദിതിയിൽ ജനിച്ച മക്കൾ ദൈത്യന്മാരും. അവർ തമ്മിൽ പരസ്പരം 3 ലോകങ്ങളും ജയിക്കണമെന്ന ആഗ്രഹത്താൽ മത്സരം കൂടിക്കൂടി വന്നു. സ്പർദ്ധയും വൈരാഗ്യവും കൂടിക്കൂടി വന്നു. പ്രഹസ്തൻ അവരോട് തുടർന്ന് പറഞ്ഞു, പരസ്പരം എന്നും ഇങ്ങനെ പോര് കൂടിക്കൊണ്ടിരുന്ന അവർ മഹാവിഷ്ണുവിൻ്റെ കൈകൊണ്ട് തന്നെ കാലപുരി പൂകി ശേഷിച്ച ദൈത്യന്മാർ നാഗലോകത്ത് പോയി സന്താപത്തോടെ പാർക്കുന്നുണ്ട്. പണ്ട് നമ്മൾ എല്ലാവരും പാർത്തിരുന്നത് ആ ദേവലോക സമമായ ലങ്കാപുരത്തിലായിരുന്നു. നമുക്കറിയാം, സുമാലിയും മാലിയും മാല്യവാനും ഈ ലങ്കാ നഗരത്തിൽ തന്നെയാണ് പാർത്തിരുന്നത്. ഈ നാരായണൻ തന്നെയാണ് ഇവരെല്ലാം അവിടെ നിന്നും ഓടിച്ചു കളഞ്ഞതും. അങ്ങനെ ലങ്ക ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ നമ്മുടെ ആ ലങ്കാപുരിയിൽ സ്വന്തം പുത്രനായ വൈശ്രവണനെ വാഴിച്ചിരിക്കുകയാണ് പിതാവായ വിശ്രവസ്. അത് നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഭവാൻ ഇത്രയും കാലമായിട്ടും ഈ കഥയൊന്നും അറിഞ്ഞതേയില്ലല്ലോ. കേട്ടയുടനെ രാവണൻ പ്രഹസ്തനോട് ലങ്കയിലേക്ക് പോകാൻ പറയുന്നു. അവിടെ ചെന്ന് ഉത്തമനായ വൈശ്രവണനോട് ലങ്ക നമുക്കായി ഒഴിഞ്ഞു തരാൻ പറയണം. എന്താണ് മറുപടിയെന്നും കേട്ടുകൊണ്ട് അറിയിക്കുക. രാവണൻ്റെ വാക്കുകൾ കേട്ട് പ്രഹസ്തൻ ലങ്കാപുരിയിൽ ചെന്നു വൈശ്രവണനോട് ലങ്ക ഒഴിഞ്ഞു പോകാൻ പറയുന്നു. വൈശ്രവണൻ വളരെ മാന്യനാണ്, ധനപതിയാണ്. ലങ്ക സഹോദരനായി വിട്ടുകൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, താതൻ എനിക്കിരിക്കാനായിട്ട് ഒരിടം തന്നു, ഞാനത് സ്വീകരിച്ചു എന്ന് മാത്രം. രാക്ഷസരെല്ലാം ഉപേക്ഷിച്ചു പോയതിനു ശേഷം നോക്കി സൂക്ഷിക്കാൻ ആരുമില്ലാതെ ഇരിക്കുന്ന അവസരത്തിലാണ് താതൻ്റെ നിയോഗത്താൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി എൻ്റെ സഹോദരനായ ദശാനനോടുകൂടി വസിക്കാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവനും സമ്മതമെന്നാൽ വരുത്തിയിടുക. താമസിയാതെ തന്നെ അവനെ അടുത്ത് കാണാൻ എനിക്കും വളരെയധികം ആഗ്രഹമുണ്ട്. പ്രഹസ്തൻ ദശാനനൻ്റെ അഭിപ്രായം എന്താണോ അത് ഇവിടെ വന്ന് അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അനന്തരം വൈശ്രവണനും തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി വിശേഷങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയിക്കുന്നു. വൈശ്രവണൻ അച്ഛനോട് പറഞ്ഞപ്പോൾ വിശ്രവസ് ഉടനെ പറഞ്ഞു, അവനൊരു മഹാദുഷ്ടനാണ്. ഒരു നന്മയും അവൻ്റെ സമീപത്തുകൂടെ പോലും പോയിട്ടില്ല. അതിനാൽ ഇനി മുതൽ നീ ലങ്കയിലേക്ക് പോകണ്ട, ഇവിടെ എൻ്റെ കൂടെ താമസിച്ചാൽ മതി. ലങ്കയിൽ താമസിക്കുന്നത് ഒട്ടും ഉചിതമായിരിക്കുകയില്ല. പുത്രകളത്രങ്ങളോടുകൂടി ശ്രീശങ്കരനെ ഭജിച്ച് ഇവിടെ കൂടാം എന്നറിയിക്കുന്നു. ആ കൈലാസ ശൈലത്തിനടുത്ത് ഒരു നഗരം നിർമ്മിച്ച് മഹേശ്വര ഭക്തനായി ഇനിയുള്ള കാലം വാഴുക എന്ന് പറയുകയും വൈശ്രവണൻ അത് അനുസരിക്കുകയും ചെയ്യുന്നു. രാവണൻ പ്രഹസ്തനിൽ നിന്നും വൃത്താന്തങ്ങളെല്ലാം അറിഞ്ഞിട്ട് എല്ലാവരോടുമായി അനന്തരകർമ്മങ്ങൾ എന്തെല്ലാമെന്ന് ചർച്ച ചെയ്യുന്നു. ധനേശ്വരൻ ലങ്ക ഉപേക്ഷിച്ചു പോയതിനാൽ അവിടെ പോയി ലങ്കേശ്വരനായി രാക്ഷസ രാജാവായി വാഴാൻ തുടങ്ങി. അനുജനായ കുംഭകർണനാകട്ടെ എന്നും ഉറങ്ങാനാണല്ലോ വരം ലഭിച്ചിരിക്കുന്നത്. അതിനായി സൗകര്യപ്രദമായ അറയും ഒരുക്കിക്കൊടുത്തു. പക്ഷേ രാവണനൊരു ദുഃഖമുണ്ടായിരുന്നു. എൻ്റെ അനുജൻ എത്ര സമർത്ഥനായിരുന്നു, ശക്തിമാനായിരുന്നു. എന്ത് കർമ്മഫലത്തിനാലാണ് അവനിങ്ങനെ ഒരു വിധി വന്നത്? ഏതായാലും ബ്രഹ്മദേവനോട് പറയാം. സങ്കടം ഉണർത്തിച്ചാൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകാതെ ഇരിക്കില്ല.
അതിൻ പ്രകാരം ബ്രഹ്മദേവനെ കണ്ട് സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു. രാവണൻ പറഞ്ഞു, അങ്ങയുടെ പ്രസാദത്താൽ 3 ലോകങ്ങളുടെയും കർത്തൃത്വം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ എനിക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ ഈ അധികാരവും സ്ഥാനവും ഒന്നും എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല. എൻ്റെ പ്രിയ അനുജൻ ഇങ്ങനെ രാവും പകലും ഉറങ്ങുമ്പോൾ ഞാൻ എങ്ങനെ സന്തോഷിക്കും? ഒരു സമയവും ബോധമില്ലാത്തതിനാൽ ജന്മം തന്നെ നിഷ്ഫലമായി തീർന്നു പോയല്ലോ. രാവണൻ്റെ ദുഃഖത്തിൽ ബ്രഹ്മദേവന് ദയ തോന്നുകയാണ്. അദ്ദേഹം പറഞ്ഞു, 6 മാസം കഴിഞ്ഞാൽ ഒരു വാസരം അവന് ഉറക്കമുണ്ടാവില്ല. 6 മാസത്തേക്ക്, അതായത് 6 മാസം പകൽ 6 മാസം രാത്രി. അപ്പോൾ ഒരു പകൽ കഴിഞ്ഞാൽ ഒരു രാത്രി ഉറക്കം. നമ്മുടെ ഒരു വർഷം അവിടെ ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് 6 മാസം ഉറക്കം, 6 മാസം ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ വരം കൊടുത്തിട്ട് വിരിഞ്ചൻ അപ്രത്യക്ഷനാവുകയാണ്. രാവണാദികൾ ലോകരെയെല്ലാം ഉപദ്രവിച്ച് ദേവന്മാരെയും താപസന്മാരെയും എന്ന് വേണ്ട ഭൂമിക്ക് മുകളിൽ മാത്രമല്ല 3 ലോകങ്ങളിലും വസിക്കുന്നവരെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം നായാട്ടിന് പോയ രാവണൻ മയനെ കാണുന്നു. മയൻ തൻ്റെ പുത്രിയായ മണ്ഡോദരിയുമായി വരികയായിരുന്നു. സുന്ദരിയായ മകൾക്ക് അനുരൂപനായ വരനെ അന്വേഷിച്ചിരിക്കുമ്പോഴാണ് രാവണൻ അവരെ കാണുന്നത്. മയൻ്റെ ഭാര്യയായ നമ്മൾ കണ്ടിട്ടുണ്ട്. സീതാന്വേഷണത്തിനിടയിൽ വാനരന്മാർക്ക് മാർഗം പറഞ്ഞു കൊടുക്കുന്ന സ്വയംപ്രഭ ഹേമയുടെ തോഴിയായിരുന്നു. ആ ഹേമയാണ് മയൻ്റെ ഭാര്യ. രാവണൻ മയനോട് പറയുന്നു, ഞാൻ ലങ്കേശ്വരനായ രാവണനാണ്, മകളെ എനിക്ക് തന്ന് അനുഗ്രഹിച്ചാലും എന്ന്. ആ നല്ല ആഭിജാത്യമുള്ള സദ്ഗുണസമ്പന്നൻ എന്ന് കരുതി മയൻ മകളെ രാവണന് കൊടുക്കുന്നു. അതിദുഷ്ടനാണ് തൻ്റെ ജാമാതാവ് എന്ന് പാവം മയൻ അറിയുന്നില്ല. ആവശ്യത്തിന് സ്ത്രീധനം കൊടുത്ത് വിശേഷപ്പെട്ട ഒരു വേലും സമ്മാനമായി നൽകിയിട്ടാണ് മയൻ അവിടെ നിന്നും അവരെ അനുഗ്രഹിച്ച് പോകുന്നത്. അദിതിയും കശ്യപനും ഭഗവാൻ തനിക്ക് പുത്രനായി പിറക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ കാലമായി തപസ് ചെയ്തു വരുന്ന സമയം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ത്രേതായുഗത്തിൽ ഞാൻ നിങ്ങൾക്ക് മകനായി പിറന്നുകൊള്ളാമെന്ന് വരം നൽകി മറയുന്നുണ്ട്. ആ ത്രേതായുഗത്തിൽ ദശരഥ മഹാരാജാവും ഭാര്യയായ കൗസല്യയായി അദിതിയും കശ്യപനും പുനർജനിക്കുന്നുണ്ട്. അവരുടെ മകനായി ശ്രീരാമചന്ദ്രൻ ജനിക്കുന്നതും നമുക്കറിയാം. അതാണ് രാമായണ കഥ. ഈ സമയത്ത് രാവണൻ്റെ ദുഷ്ടത സഹിക്കാൻ പറ്റാതെ എല്ലാവരും പാലാഴിയുടെ കരയിൽ ചെന്ന് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് സ്തുതിച്ച് ഈ വിവരം ഉണർത്തിക്കുകയും ഭഗവാൻ അവരെ അനുഗ്രഹിച്ചയക്കുകയും ചെയ്യുന്നു. അതിൻ പ്രകാരം ത്രേതായുഗത്തിൽ ഇക്ഷ്വാകു വംശത്തിലെ രാജാവായി ദശരഥനും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ റാണി കൗസല്യയായി അദിതിയും പുനർജന്മമെടുക്കുന്നു. അവരുടെ മകനായി ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമചന്ദ്രനായി അവതാരമെടുക്കുന്നു. ഈ കഥകളെല്ലാം വരും ദിവസങ്ങളിൽ വിശദമായി നമുക്ക് കേൾക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻസ് ഇടാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുഭദിനം നേരുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.